നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എൻ്റെ പിതാവ് MND എന്ന് പറയുന്നൊരു അസുഖത്താൽ ബാധിതനായിരുന്നു. മോട്ടോർ ന്യൂറോൺ ഡിസീസ്. അത് വളരെ റെയറായിട്ടുള്ളൊരു ഡിസീസാണ്. ഞരമ്പുകൾക്ക് വളരെ ക്ഷയം ഏൽക്കുകയും കാലക്രമേണ മസിൽസും ഞരമ്പും എല്ലാം ക്ഷയിച്ചു പോകുന്നൊരു അസ്വസ്ഥത. ഞങ്ങൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പല രീതിയിലുള്ള ഡോക്ടേഴ്സിനെ കണ്ടു, ഒത്തിരി വ്യത്യസ്ത നിലപാടുകളിലുള്ള ഡോക്ടേഴ്സിനെയും ഒത്തിരി ന്യൂറോ സർജൻസിനെ എല്ലാം ഞങ്ങൾ കണ്ടു. ആയുർവേദം ട്രൈ ചെയ്തു, അലോപ്പതി മെഡിസിൻ ട്രൈ ചെയ്തു, ഹോമിയോ ട്രൈ ചെയ്തു, ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ ആയുസ്സിനെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. ഈ ചികിത്സയോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു കേട്ടോ, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. ഇവിടെ ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്ന ബിജു കറുകയിൽ എൻ്റെ പിതാവാണ്. എൻ്റെ പപ്പ ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഗിറ്റാർ വീണ്ടും എടുത്ത് വായിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. സംഗീത ശുശ്രൂഷകൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിതാവ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല, ദൈവകരങ്ങളിൽ ചേർക്കപ്പെട്ടു. എൻ്റെ പിതാവിനെ ചികിത്സിച്ചു കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പിതാവിൻ്റെ ശാരീരിക സ്ഥിതി കണ്ട് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല 7 ദിവസത്തേക്ക് ഞാൻ ഭക്ഷണം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോവാ. എന്തിനു വേണ്ടിയാ? പിതാവിനൊരു സൗഖ്യം വരണം. നാളുകളായി ട്രീറ്റ്മെൻറ്റിനാൽ മുമ്പോട്ട് പോവാ. ഞങ്ങൾ പ്രാർത്ഥനയാലും ട്രീറ്റ്മെൻറ്റിനാലും നാളുകളായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ പിതാവിനൊരു വിടുതൽ വേണം. മമ്മി, എനിക്കിനി ഭക്ഷണം ഇറങ്ങത്തില്ല. ഞാൻ മാറിയിരുന്ന എൻ്റെ മാതാപിതാക്കൾ കാണാതെ റൂമിൽ പോയിരുന്നു വാവിട്ട് കരയുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ 7ാമത്തെ ദിവസം വരെ എൻ്റെ പിതാവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചില്ല. പ്രിയരെ, ദൈവം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചില്ല. എനിക്കറിയില്ലായിരുന്നു ഇതെന്തിനാണെന്ന്. ഞാൻ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ നിൽക്കുന്നത് ദൈവസന്നിധിയിലാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിലാണ്. അതുകൊണ്ട് എനിക്ക് പ്രഹസനങ്ങളുടെ കാര്യമില്ല. ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നു, എന്നിൽ ക്രമീകരണം സംഭവിക്കാൻ വേണ്ടിയായിരുന്നു, എൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയായിരുന്നു, എന്നിൽ ക്രമീകരിക്കപ്പെടേണ്ട മേഖലകൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആ 7 ദിവസവും ഇരുന്നത്. 7ാമത്തെ ദിവസം ഞായറാഴ്ച വൈകുന്നേരം എൻ്റെ മമ്മിയുടെ കരങ്ങളിലേക്ക് എൻ്റെ പപ്പ കണ്ണടച്ചു, ദൈവകരങ്ങളിൽ ചേർക്കപ്പെട്ടു. എനിക്കറിയാമോ, ചിലരൊക്കെ പറഞ്ഞു, പാട്ടുപാടുകയും ശുശ്രൂഷകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അഹങ്കാരം കൂടിപ്പോയിട്ട് ദൈവം ഇരുത്തിക്കളഞ്ഞതാണെന്ന് പറഞ്ഞവരുണ്ട്. നമുക്ക് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കണം. പക്ഷേ മറ്റുള്ളവരെ വിധിക്കരുത് പ്രിയരെ, മറ്റുള്ളവരെ വിധിക്കരുത്. ഞാനത് പറയാനുള്ള കാരണം, നമ്മൾ നമ്മുടെ യേശു കർത്താവിനെ പോലെ ആകണം. എങ്ങനെയാ? ഒറ്റിക്കൊടുത്ത വെള്ളിക്കാശ് പോക്കറ്റിൽ വെച്ചിട്ട് വന്ന് കൂടെ ഇരിക്കുക. അപ്പം യേശു അവനെ ഓർത്ത് കരയുക ചെയ്ത്, അയ്യോ ഇവൻ ജനിക്കണ്ടായിരുന്നു. കൂടെയുള്ള ശിഷ്യന്മാരോട് കുറ്റം പറയുവല്ല ചെയ്തത്, കൂടെയുള്ളവരുടെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് കരയുക, തേങ്ങുക. കർത്താവേ, ദൈവമേ, ഇവൻ. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ഈ പത്രോസിനോട് കാണിച്ച ഒരു സ്നേഹം എന്തുകൊണ്ടാ യൂദയോട് കാണിക്കാഞ്ഞേ? പത്രോസ് തെറ്റ് ചെയ്തല്ലോ, തള്ളിപ്പറഞ്ഞല്ലോ, വീണ്ടും പടകിലേക്ക് പോയല്ലോ, എന്നിട്ടും കർത്താവെ നീ തേടിപ്പോയില്ലേ അവനെ? പിന്നെ യൂദയെ എന്തുകൊണ്ടാ തിരുത്താഞ്ഞത്? ആ അവസാന അത്താഴത്തിൽ എന്തുകൊണ്ടാ തിരുത്താഞ്ഞത്? അപ്പൊ എന്തുകൊണ്ടാ കർത്താവെ ഈ യൂദയോടും പത്രോസിനോടും ഒരു വേർതിരിവ് അവിടെ കാണിച്ചത്? മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുഞ്ഞെ, പിതാവ് പറയാതെ, പിതാവ് അനുവദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിതാവ് അനുവദിക്കാതെ എനിക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ ഇഷ്ടമുണ്ട് പ്രിയരെ. പക്ഷെ നമ്മളിലേക്ക് തന്നെ നോക്കാനുള്ളൊരു സാഹചര്യം കൂടെയാണത്. പലരും പല അപഖ്യാതികളും പറഞ്ഞു. ഞങ്ങളുടെ പിതാവിനെ മര്യാദയ്ക്ക് ചികിത്സിക്കാഞ്ഞത് കൊണ്ടാണ്
അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് പോയതെന്ന് പോലും ഞങ്ങൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുന്നവരും ചെയ്തു പോലും. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായും എൻ്റെ പിതാവ്, എന്നെ നിർമ്മിച്ച എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. രോഗസൗഖ്യം എൻ്റെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടില്ല, പക്ഷേ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായ ഒരു കാര്യമുണ്ട്, നിത്യത. നമ്മൾ ചോദിക്കുന്നതിലും വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നത് നമ്മൾക്ക് ഏതാണ്ട് കേവലം കിട്ടാനുള്ള കാര്യങ്ങളെ മാത്രം നോക്കിയാണ് നമ്മളത് പറയുന്നത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ നിത്യതയെ പറ്റി നിനക്ക് ഉറപ്പുണ്ടോ? മറ്റൊരു ലോകം നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഒരുപക്ഷെ ലോകത്തിൽ നിന്നെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയേക്കാം, ഒട്ടൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയേക്കാം. പക്ഷെ നിന്റെ നിത്യതയെ പറ്റി നിനക്കുറപ്പുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും അത് മതി പ്രിയരേ.